NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ NSS നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. നാളെ സുപ്രീം കോടതി ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജി പരിഗണിക്കാനിരിക്കുകയാണ്. 3-അംഗ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. 9-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് ഒരുപക്ഷെ ഈ കേസ് വിടുന്നതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് നാളെ സുപ്രീം കോടതിയാണ്. ഈ കേസ് നാളെ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. സംസ്ഥാന സർക്കാർ എന്തു നിലപാടായിരിക്കും കോടതിയിൽ സ്വീകരിക്കുക എന്നത് ആകാംക്ഷയുണർത്തുന്ന കാര്യമാണ്. നാളെ ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന് നിലപാട് അറിയിക്കേണ്ടി വരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും നേരത്തെ ഉണ്ടായിരുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് തിരുത്തുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രാവിലെ മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. NSSന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ അശ്വിൻ പാലാഴി ചേരുകയാണ്. അശ്വിൻ, NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഒരേപോലെ വിമർശിക്കുകയാണ് NSS. അതായത് 2019 സർക്കാർ നൽകിയ ഒരു സത്യവാങ്മൂലമുണ്ട്. അതിൽ കൃത്യമായ വിവരങ്ങൾ നൽകിയിരുന്നെങ്കിൽ അന്നത്തെ സത്യവാങ്മൂലം ശരിയായി സമർപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇത്ര വലിയ പ്രശ്നങ്ങളിലേക്ക് പോകില്ലായിരുന്നു എന്നുള്ളതാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറയുന്നത്. ഒപ്പം PS പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റായി വന്ന സമയത്ത് ആ സത്യവാങ്മൂലം തിരുത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ദേവസ്വം മന്ത്രി VN വാസവൻ അതിപ്പോൾ പരിഗണിക്കേണ്ട കാര്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. അതിലൊക്കെ NSSന് കടുത്ത അമർഷമുണ്ട്. എന്തായാലും നാളെ സുപ്രീം കോടതിയിലേക്ക് വീണ്ടും ഈ ഹർജികൾ വരുമ്പോൾ അവിടെ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ തങ്ങൾക്ക് വ്യക്തതയില്ല. എങ്കിൽ പോലും സർക്കാർ നിലവിലെ നിലപാട് തിരുത്തണം എന്നുള്ള ഒരു ആവശ്യം NSS മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു ആവശ്യം എന്നതിലപ്പുറം തിരുത്തുമെന്ന പ്രതീക്ഷയും ആഗ്രഹവുമാണ് NSS ജനറൽ സെക്രട്ടറി മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ എന്തായാലും സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ ഒരു നിലപാടാണ് CPM അടക്കം സ്വീകരിച്ചു പോരുന്നത്. ഇതുവരെ തിരുത്തിയിട്ടുമില്ല. ഒപ്പം MV ഗോവിന്ദൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിശ്വാസ സമൂഹത്തെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടുണ്ടാകില്ല. ഒപ്പം ജനാധിപത്യത്തെ തള്ളിക്കളഞ്ഞൊരു നിലപാടുണ്ടാകില്ല. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാകും ഹർജികൾ പരിഗണിക്കുക. ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് R അച്യുതൻ. അതോടൊപ്പം തന്നെ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നടത്തിയ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത് അശ്വിൻ പാലാഴി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.